രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ ധർമ്മപദം ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇത് 28ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ചൊവ്വാഴ്ച രാധയുടെ പ്രണയം, കൃഷ്ണന്റെ കാമുകി, രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. വ്യാഴാഴ്ച അഷ്ടപതിയാണ്. വെള്ളിയാഴ്ച മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി ധർമ്മപദമാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം അത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒന്ന് എന്നെ നേരിട്ട് കൊല്ലത്താണ് ഞാൻ. എന്നെ വന്ന് കണ്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. അല്ലാത്തവരും വീഡിയോ യൂട്യൂബിൽ നിന്ന് കണ്ട് നിങ്ങൾ നോക്കിക്കൊള്ളുക. അതേ കണക്ക് തന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവരുണ്ട്. അതേ കണക്ക് അഷ്ടാവക്ര ഗീത കാണണം. കുടുംബമായി താമസിക്കുന്നവർ നിശ്ചയമായി രണ്ട് വീഡിയോ കാണണേ. ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു. ഹേയ് അച്ഛാ പ്ലീസ് മകനെ ഒന്ന് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഇത് നിങ്ങൾ കാണണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം മണിപത്മേ ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനി വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പൊ ഇന്ന് ശ്രീബുദ്ധ ഭഗവാന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളെ സ്വയം കീഴടക്കുകയത്രേ 1000 യുദ്ധം ജയിക്കുന്നതിനേക്കാൾ ഭേദം. നിങ്ങളെ സ്വയം കീഴടക്കണം.
അതാണ് 1000 യുദ്ധം ജയിക്കുന്നതിനേക്കാൾ ഭേദം. ഇതിൻ്റെ ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ എഴുതി ഏറ്റവും അവസാനം നമ്മുടെ ഞാൻ പ്രാർത്ഥനയും കഴിഞ്ഞ് നിന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ വരികൾ വീഡിയോ ആയി കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. തീർന്നില്ല. അപ്പോൾ വിജയം നിങ്ങളുടേതാകുന്നു. മാലാഖമാർക്കോ ചെകുത്താന്മാർക്കോ സ്വർഗത്തിനോ നരകത്തിനോ അത് നിങ്ങളിൽ നിന്ന് എടുത്തു കളയാനാവില്ല. ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു കോൺകർ യുവർസെൽഫ് than to win 1,000 battles, then the victory is yours. It cannot be taken from you, not by angels or by demons, heaven or hell. വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണ്. ബുദ്ധൻ പറയുന്നത് എന്താ? നിങ്ങളെ സ്വയം കീഴടക്കുകയത്രേ 1000 യുദ്ധം ജയിക്കുന്നതിനേക്കാൾ ഭേദം. അതായത് നിങ്ങൾ മറ്റുള്ളവർ ഈ യുദ്ധം പലതരത്തിലുണ്ട്. ഒന്ന്, നിങ്ങൾ അധികാരത്തിന് വേണ്ടി യുദ്ധം. ഇപ്പൊ നമുക്ക് തന്നെ പാർട്ടിക്കാരൊക്കെ കണ്ടിട്ടില്ലേ, അധികാര സ്ഥാനത്തിന് വേണ്ടി മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള മത്സരം, അതൊരു യുദ്ധമാണ്. അല്ലേ? ഓഫീസിൽ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അടുത്തവന് പാര വെക്കുന്നു, മറ്റവനും തമ്മിൽ അവൻ ഇവന് പാര വെക്കുന്നു, അതും ഒരു യുദ്ധമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ളതും യുദ്ധമാണ്. അങ്ങനെ അധികാരത്തിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന യുദ്ധം, പ്രമോഷന് വേണ്ടി നടത്തുന്ന യുദ്ധം, പണം സമ്പാദിക്കാൻ നടത്തുന്ന യുദ്ധം, പ്രശസ്തി നേടാൻ നടത്തുന്ന യുദ്ധം, രാജ്യങ്ങൾക്ക് കീഴടക്കാൻ നടത്തുന്ന യുദ്ധം, ആ യുദ്ധത്തിനേക്കാൾ വളരെ ഭേദമാണ് സ്വയം യുദ്ധം ചെയ്ത് നിങ്ങൾ കീഴടക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നതെന്ന് അറിയാമോ? ശാന്തി കിട്ടാൻ. വളരെ അത്ഭുതം തോന്നും. യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? ശാന്തി കിട്ടാൻ. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് അവന്മാരുടെ ശല്യം കാരണം നമുക്ക് മനഃശാന്തിയില്ല. ഭീകരരും അവരും ഒക്കെ വരികയാണ്. അപ്പൊ അവനെ കയറി അടിച്ചൊതുക്കി കഴിയുമ്പോൾ നമ്മൾ ഇവിടെയുള്ള ആളുകൾക്ക് സ്വസ്ഥമായി ശാന്തമായി ജീവിക്കാം. ആ ശാന്തി കിട്ടാനാണ് നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നത്. ഇനി പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നതും ശാന്തി കിട്ടാനാണ്. അതെന്താ പ്രശ്നം? അവന് നമ്മുടെ രാജ്യം കൈയടക്കണം, നമ്മുടെ രാജ്യത്ത് അസ്വസ്ഥത ഉണ്ടാക്കണം, ഇതിവന്റെ ആഗ്രഹമാണ്. അപ്പൊ നമ്മുടെ രാജ്യം ആക്രമിച്ചു കഴിയുമ്പോൾ അവനൊരു സന്തോഷമായി, ഓ നമ്മുടെ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അതും ഒരു ശാന്തിയാണ്, വിപരീത ശാന്തി. മനസ്സിലായില്ലേ? പ്രമോഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ മറ്റവന്റെ പ്രമോഷൻ എങ്ങനെയെങ്കിലും വലിച്ച് അവനുമായി മത്സരിച്ച് ഇല്ലാതാക്കുമ്പം നിങ്ങൾക്ക് ശാന്തി കിട്ടി. കാര്യപിടി കിട്ടിയ എന്തുവാണെന്നുള്ളത് അതും ഒരു ശാന്തിയാണ്. അപ്പൊ നമ്മൾ ശാന്തി കിട്ടാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് സ്ഥിരമായി ശാന്തി കിട്ടുന്നില്ല. നമ്മൾ പാകിസ്ഥാനെ അടിച്ചമർത്തി ഒരു 6 മാസം ആവും വെറുതെ ഇരിക്കും. അത് കഴിയുമ്പം വീണ്ടും തുടങ്ങും. അധികാരത്തിന് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്ത് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആയി തീരും. കുറെ കഴിയുമ്പം ബാക്കിയുള്ളവർ ഇരുന്ന് എങ്ങനെ പാലം വലിക്കാം, നിങ്ങൾക്ക് വീണ്ടും ശാന്തി കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, പുറമേ ഉള്ള യുദ്ധം താൽക്കാലികമാണ്. ഒരു മനുഷ്യൻ യുദ്ധം ചെയ്യേണ്ടത്, യുദ്ധം ചെയ്ത് കീഴടക്കേണ്ടത് രാജ്യങ്ങളെ അല്ല, അധികാരത്തെ അല്ല, അവനവനോട് തന്നെ യുദ്ധം ചെയ്യണം. എന്തിനോട്? നിങ്ങളുടെ മനസ്സിലുള്ള ഞാൻ എന്ന ഭാവം, ഈഗോ, അധികാരം, പവറിന് വേണ്ടിയുള്ളത്, മണി, പണത്തിന് വേണ്ടിയുള്ളത്, ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അമിതമായ ഭ്രമം. ഓപ്പോസിറ്റ്, നമുക്ക് ഭാര്യ കാണും, എങ്കിലും ആ ഭാര്യ ഇരിക്കുമ്പം മറ്റൊരു സ്ത്രീയോട് തോന്നുന്ന താല്പര്യം, അവനെ യുദ്ധം ചെയ്ത് നമ്മൾ ഇല്ലാതാക്കണം. പിന്നെ വീട് വേണമെന്ന താല്പര്യം, ബന്ധങ്ങളോടുള്ള താല്പര്യം, അതിച്ചിരി കട്ടിയാണ്. മോന് ജോലി വേണമെന്നുള്ള താല്പര്യം, മോക്ക് കല്യാണം നടക്കണമെന്നുള്ള താല്പര്യം. എന്നിട്ട് പറയും ഞാൻ എല്ലാം ഭഗവാന് സമർപ്പിച്ചിരിക്കുന്നു. എല്ലാം ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഒരാൾ പിന്നെ മോന് ജോലി കിട്ടാത്തതിലും മോളെ കല്യാണം നടക്കാത്തതിലും വിഷമിക്കുന്നതിന് അത് ഭഗവാൻ നോക്കിക്കൊള്ളും. അപ്പൊ മറ്റൊരു നേരി പറച്ചിലാണ്, ഓ ഞാനെല്ലാം എൻ്റെ ഭഗവാന് സമർപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് പാതിയാടെ മോന്. അപ്പൊ ഈ ഒരു യുദ്ധം ജയിക്കാനാണ് ഏറ്റവും പാട്. അതായത് സ്വന്തം മകന് ജോലി, സ്വന്തം മോക്ക് കല്യാണം,
അവരുടെ കുട്ടികൾ, അവരുടെ കുടുംബജീവിതം, ഇതിനോടുള്ള ഒരാഗ്രഹം, അത് യുദ്ധം ചെയ്ത് ജയിക്കാനാണ് ഏറ്റവും പാട്. ഈഗോ നമുക്ക് എങ്ങനെങ്കിലും യുദ്ധം ചെയ്ത് കീഴടക്കാം. അധികാരത്തോടുള്ള താല്പര്യവും നമുക്ക് അമർത്തി വെക്കാം. ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു താല്പര്യം അത് ഇച്ചിരി പാടാണ്. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യം, ബന്ധങ്ങൾ, അച്ഛൻ, അമ്മ, മക്കള്, അവരുടെ പുരോഗതി, അവർക്കൊരു പ്രശ്നം വന്നാൽ ഇതിനോടുള്ള ആഗ്രഹം. അപ്പൊ ഇതിനോടാണ് നിങ്ങൾ സ്വയം പടവെട്ടേണ്ടത്. ആർക്കാണോ ഈഗോ, പവറ്, പണത്തിനോടുള്ളത്, ഇതിൻ്റെ എല്ലാം ആഗ്രഹങ്ങളെ യുദ്ധം ചെയ്ത് ജയിച്ച് കീഴടക്കുന്നു. ഓപ്പോസിറ്റ് സെക്സിനോട് യാതൊരു താല്പര്യവുമില്ല, അതും കീഴടക്കുന്നു. പിന്നെ ബന്ധങ്ങള് യാതൊരു താല്പര്യവുമില്ല, അതും കീഴടക്കുന്നു. അത് അതിൻ്റെ വിധിയാണ്. ഞാൻ പറഞ്ഞില്ലേ, രാമാനുജൻ എന്ന സന്യാസി പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു കുറിപ്പ് കൊണ്ടുവന്നു കൊടുത്തു. അദ്ദേഹം അത് വായിച്ചു നോക്കി. ശ്രദ്ധിക്കുക, സ്വയം കീഴടക്കിയവൻ ആരാന്ന് ഞാൻ പറയാൻ പോവുകയാണ്. രാമാനുജൻ അദ്ദേഹം ഒരു സന്യാസിയാണ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരാൾ ഒരു കുറിപ്പടി കൊണ്ട് കൊടുത്തു. അദ്ദേഹം അത് വായിച്ച് മാറ്റി വെച്ചിട്ട് പ്രസംഗം തുടർന്നു. പ്രസംഗമെല്ലാം അവസാനിച്ചു. ആളുകളുമായി ചുറ്റും കൂടി നിന്ന് കളിച്ച് ചിരിച്ചൊക്കെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല, ഇടയ്ക്കൊരു കുറിപ്പടി വന്നല്ലോ, അതെന്താണ്? അതെന്റെ മോൻ മരിച്ചുപോയെന്നാണ്. സന്യാസത്തിന് മുമ്പ് അദ്ദേഹം വിവാഹിതനായിരുന്നു. അതെന്റെ മോൻ മരിച്ചുപോയി. അയാൾ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞു, മോൻ മരിച്ചു പോയിട്ട് അങ്ങ് പ്രസംഗം തുടർന്നു, അങ്ങേക്കൊരു സങ്കടവും ഇല്ലേ? അതിനാ സങ്കടപ്പെടുന്നത്? അതെന്തിനാ? ഐസിന് പുറത്ത് തണുപ്പുണ്ടെന്നും പറഞ്ഞ് ആരെങ്കിലും സങ്കടപ്പെടുവോ? കാരണം അത് ഐസിന് ജന്മനാ കിട്ടിയതാണ്. വെള്ളത്തിൽ ചൂടുണ്ടെന്നും പറഞ്ഞ് തിളപ്പിച്ച വെള്ളം ആരെങ്കിലും അതിനകത്ത് കരയുമോ? ജനിക്കുമ്പോൾ തന്നെ ഉള്ളതല്ലേ മരണം. അത് ജനിക്കും, അത് മരിക്കും, അത് ഇനി വീണ്ടും മറ്റൊരാളുടെ മകനായിട്ട് ജനിക്കും. കണ്ടോ അദ്ദേഹത്തിന്റെ മനഃശാന്തി? കണ്ടോ? അദ്ദേഹം സ്വയം കീഴടക്കിയവനാണ്. അദ്ദേഹത്തിന് ബന്ധങ്ങളാകട്ടെ യാതൊന്നിലും ഒരു ഒട്ടലില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ സാധ്യമാണോ? ആണല്ലോ. അതാണല്ലോ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നത്. പരമഹംസർ കല്യാണവും കഴിച്ച് ജീവിച്ചതാണ്. പക്ഷെ അദ്ദേഹം എല്ലാ ആഗ്രഹങ്ങളെയും കീഴടക്കിയതാണ്. പരമഹംസൻ മരിച്ചതിന്റെ അന്നും പരമഹംസന്റെ ഭാര്യ ജലം കിടക്കുമ്പോഴും കുളിച്ചു ഒരുങ്ങി ആഹാരം വെച്ചു. പരമഹംസനും കൂടെ വേണ്ടി വെച്ചു. കാരണം ബോഡിയാണ് പോയിട്ടുള്ളവര്. ഇതാണ് സ്വയം കീഴടക്കിയവരെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ലൗകിക ജീവിതത്തോടുള്ള താല്പര്യത്തെ എപ്പോഴാണോ കീഴടക്കാൻ കഴിയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? ശാന്തി ഉണ്ടാകും. ഓർമ്മിക്കുക, മറ്റൊരാളെ കീഴടക്കാൻ വളരെ എളുപ്പമാണ്, സ്വയം കീഴടക്കാനാണ് പാട്. മറ്റൊരാളെ ഒരുപക്ഷെ ക്രിക്കറ്റ് കളിയിൽ നിങ്ങൾക്ക് വേറൊരാളെ കീഴടക്കാം, ഒരു ഗുസ്തി മത്സരത്തിൽ നിങ്ങൾക്കൊരാളെ കീഴടക്കാം, ഒരു ബോക്സിംഗ് മത്സരത്തിൽ കീഴടക്കാം, അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയിൽ എതിരാളിയെ നിങ്ങൾക്ക് കീഴടക്കാം, യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ നമുക്ക് കീഴടക്കാം. അത് എളുപ്പമാണ്. പ്രയാസമുള്ളത് ഏതാണ്? സ്വയം കീഴടക്കുക എന്നതാണ്. സ്വയം കീഴടക്കിയവനെ, അതായത് സ്വന്തം ലൗകിക ജീവിതത്തോടുള്ള താല്പര്യത്തെ അടിച്ചമർത്തിയവന്റെ മുന്നിൽ മറ്റുള്ളവർ താനേ കീഴടങ്ങുന്നു. നിങ്ങൾ എന്ത് വിജയം നേടിയെടുത്താലും അതൊക്കെ മരണത്തോടുകൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളത് അറിയുക. നിങ്ങൾ എന്ത് വിജയം, നിങ്ങൾ അധികാരത്തിന് വേണ്ടി വടം വലിച്ച് മറ്റവനെയൊക്കെ ഒതുക്കി മുഖ്യമന്ത്രിയാകുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുന്നു, അത് മരണത്തോടെ നഷ്ടപ്പെട്ടു. ഇന്ന് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നെഹ്റുവിനെയൊക്കെ ആരാ ഓർക്കുന്നത്? അവരുടെ ജന്മദിനമോ രക്തസാക്ഷി ദിനമോ വരുമ്പം മാത്രം ഒരു പടം വെച്ചിട്ട് പിന്നെ നമ്മൾ എന്നാ ഓർക്കുന്നത്? അടുത്ത വട്ടം, അടുത്ത ഇത് വരുമ്പം മാത്രമേ നമ്മൾ ഓർക്കത്തുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്ത് നേടിയെടുക്കുന്ന ഏതു വിജയവും, ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ വേണ്ടി മറ്റൊരാളുമായി യുദ്ധം ചെയ്യുന്നു, രാജ്യങ്ങൾ കീഴടക്കുന്നു, ഓപ്പോസിറ്റ് സെക്സിനെ എങ്ങനെയെങ്കിലും തന്നിലേക്ക് ആകർഷിക്കാൻ യുദ്ധം നടത്തുന്നു. ഈ വിജയങ്ങൾ താൽക്കാലികം. നിങ്ങൾ മരിക്കുന്നതോടുകൂടി അത് നഷ്ടമാകും. നിങ്ങൾ ഓർമ്മിക്കുക, ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, അദ്ദേഹവും യാചകനും ഒരുപോലെയാണ് മരിക്കുന്നത്.
എന്താ യാചകൻ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ലാത്തവൻ. അവന് പണവും ഇല്ല, ഒന്നുമില്ല. ഇവനെയാണ് യാചകൻ എന്ന് പറയുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല, ശൂന്യമായി പോവുകയാണ്. ലോകം മുഴുവൻ കീഴടക്കിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച നിമിഷം യാചകനായി. അതെ, നമ്മുടെ അംബാനി അദ്ദേഹം ഇപ്പൊ കോടീശ്വരനാണ്, പക്ഷെ മരിക്കുന്ന നിമിഷം യാചകനായി. അപ്പോൾ നമ്മുടെ അംബാനി മരിച്ചാലും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചാലും അതേ കണക്ക് തന്നെ ഈ ലോകത്തെ ആര് മരിച്ചാലും അവിടെ വെച്ചവൻ ആരായി മാറുന്നു? യാചകനായി മാറുന്നു. അപ്പൊ മരണം വരുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയും അതേപോലെ മുകേഷ് അംബാനിയും അതേ കണക്ക് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും ഒക്കെ ഇപ്പൊ കോടികളുടെ ആസ്തിയുള്ളവരെല്ലാം ഈ ശ്വാസം നിൽക്കുന്ന നിമിഷം യാചകനായി. അപ്പൊ ഇവരെല്ലാം മരിക്കുന്നത് ആരെ പോലെയാണ്? യാചകന്മാരെ പോലെയാണ്. വ്യക്തമാക്കി തരാം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായ 3 സംഭവങ്ങളുണ്ട്. 3 സംഭവങ്ങൾ. അതിൽ ഈ ഒന്നാമത്തത്, അലക്സാണ്ടർ ചക്രവർത്തി മഹായോഗിയായ ഡയോജനീസിനെ കണ്ടുമുട്ടിയതാണ്. അപ്പൊ ഡയോജനീസിനെ കണ്ടുമുട്ടിയതാണ് ആദ്യത്തത്. അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് വരികയാണ്. ആ വരവിൽ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു, അങ്ങേക്ക് ഡയോജനസിനെ കാണണ്ടേ, അങ്ങ് എപ്പോഴും പറയുമല്ലോ ഡയോജനസിനെ കുറിച്ച്. അപ്പോൾ ഡയോജനസിനെ കുറിച്ച് നിരവധി കഥകൾ അലക്സാണ്ടർ ചക്രവർത്തി കേട്ടിട്ടുണ്ട്. അപ്പൊ അലക്സാണ്ടർ പറഞ്ഞു, തീർച്ചയായിട്ടും എവിടെ ഡയോജനീസ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പോൾ അവർ പറഞ്ഞു, ദോ ആ നദിക്കരയിലുണ്ട്. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി ആ നദിയുടെ കരയിലേക്ക് വന്നപ്പോൾ പരിപൂർണ നഗ്നനായി നദിക്കരയിൽ സൂര്യസ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല പുലർകാലത്തെ ബാലസൂര്യന്റെ ആ രശ്മികളേറ്റ് നഗ്നനായ ഒരാൾ കിടക്കുകയാണ്. തണുത്ത പുലർകാലം, തണുത്ത മണൽപ്പരപ്പ്, ശാന്തമായ നദി. അലക്സാണ്ടർ ചക്രവർത്തി ഡയോജനസിനെ ഒന്ന് നോക്കി. എന്തൊരഴക്, എന്തൊരു സുഗന്ധമാണ്. അതെ, സ്വയം കീഴടക്കിയവന്റെ മുന്നിൽ ഒരു സുഗന്ധം വരും. അലക്സാണ്ടർ ചക്രവർത്തി അത്ഭുതപ്പെട്ടു പോയി. താൻ എന്തുമാത്രം സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാണ് വരുന്നത്, പക്ഷേ ഈ മനുഷ്യന്റെ അടുത്ത് വരുമ്പോൾ കിട്ടുന്ന ആ സുഗന്ധം അതൊന്നുമല്ല എന്ന് അലക്സാണ്ടർ തിരിച്ചറിയുകയാണ് അവിടെ വെച്ച്. അപ്പോൾ ആ ഡയോജനസ് ഇങ്ങനെ നദിക്കരയിൽ കിടക്കുകയാണ്. യാതൊരു അലങ്കാരങ്ങളുമില്ല, ആഭരണങ്ങളൊന്നുമില്ല. അലക്സാണ്ടർ ചക്രവർത്തിയാകട്ടെ സ്വയം ആഭരണങ്ങൾ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുകയാണ്. അപ്പൊ തന്നെത്താനെ ലോകത്തെ ഏറ്റവും വിലപിടിച്ച ആഭരണങ്ങൾ അണിഞ്ഞ് വന്നിരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തി നഗ്നനായി മുഴുവനെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ചെറുതായതുപോലെ തോന്നി. അദ്ദേഹം വിചാരിക്കുകയാണ്, ഈ ഡയോജനിസിന്റെ മുന്നിൽ ഞാൻ എത്ര നിസാരനാണ്. എന്നിട്ട് അദ്ദേഹം ഡയോജനിസിനോട് പറഞ്ഞു, അല്ലയോ മഹാനായ ഡയോജനിസേ, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ അസൂയ തോന്നുകയാണ് എനിക്ക്. കാരണം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തൊരു ഐശ്വര്യമാണ്, എന്താണ് അങ്ങേക്ക് ഇത്രയും വലിയ ഐശ്വര്യം ഉണ്ടായത്, എവിടുന്നാണ് ഈ സുഗന്ധം വന്നത്? അപ്പോൾ ഡയോജനീസ് പറഞ്ഞു, ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, ആഗ്രഹമില്ലായ്മയാണ് എൻ്റെ ധനം, എൻ്റെ ഏറ്റവും വലിയ ധനം അതാണ്. എൻ്റെ യജമാനൻ ഞാനാണ്, കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ യജമാനത്വം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ചക്രവർത്തി, ഞാൻ ഈ ലോകത്തെ തന്നെ കീഴടക്കി, കാരണം ഞാൻ എന്നെ തന്നെ കീഴടക്കി. ആരാണോ ആഗ്രഹങ്ങളെ കീഴടക്കുന്നവൻ, അവന് ഈ ലോകത്തെ കീഴടക്കാൻ പറ്റും. ആലോചിച്ച് നോക്കേ, ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലെ സകല ആഗ്രഹങ്ങളും ഇല്ലാതായാൽ പിന്നെ എന്തൊരു ശാന്തിയാണ്. പിന്നെ നിങ്ങൾക്ക് എവിടെ യജമാനൻ? യാതൊരുതുമില്ല, യാതൊരു ആഗ്രഹങ്ങളും ഇല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. മക്കൾ അവർ പഠിച്ചോളും, വളർന്നോളും, എല്ലാ ആഗ്രഹങ്ങളും തീർന്നു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കെ, ഒരു ആഗ്രഹവുമില്ല,
എന്തൊരു ശാന്തിയാണ്, ഭയങ്കര ശാന്തിയാണ്. അതുകൊണ്ടാണ് ഇവിടുന്ന് നേരെ ആൾക്കാർ ഈ കുടുംബജീവിതം ഉപേക്ഷിച്ച് ഹിമാലയത്തിലൊക്കെ പോകുന്നത്. കാരണം എന്തുകൊണ്ട്? ഹിമാലയത്തിൽ അങ്ങനെ തപസ്സിന് പോയ ഒരു യോഗിയെങ്കിലും തിരിച്ചു വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലൗകിക ജീവിതം നല്ലതുപോലെ ആസ്വദിച്ചിട്ട് ഒരു ഘട്ടം എത്തുമ്പോൾ പോയ യോഗികളുണ്ട്. അപ്പൊ അവരാരും തിരിച്ചു വരുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ അനുഭവിച്ചതിനേക്കാൾ വലിയ ശാന്തിയാണ് അവിടെ അനുഭവിക്കുന്നത്, അപാരമായ. അപ്പൊ ഒരു നിമിഷം നിങ്ങളുടെ ആഗ്രഹം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ യജമാനൻ നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് യജമാനന്മാരുണ്ട്. നിങ്ങളുടെ ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ മാനേജർ നിങ്ങളുടെ യജമാനൻ. നിങ്ങൾക്കൊരാളൊരു ഉപകാരം ചെയ്താൽ അയാൾ നിങ്ങളുടെ യജമാനൻ. നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സർക്കിളും SP ഒക്കെ നിങ്ങളുടെ യജമാനൻ. പക്ഷെ ഡയോജനസിന് SP എന്തുവാ, സർക്കിൾ എന്തുവാ, മുഖ്യമന്ത്രി എന്തുവാ, പ്രധാനമന്ത്രി എന്താ? കാരണം എന്തുകൊണ്ട്? ഒരാഗ്രഹവുമില്ലാത്ത ഒരാൾക്ക് അയാളാണ് ഏറ്റവും കൂടുതൽ മനഃശാന്തി അനുഭവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നോക്കൂ ചക്രവർത്തി, നിങ്ങളിപ്പോൾ ഒരുപാട് വിജയങ്ങൾ നേടുന്നു. പക്ഷേ നിങ്ങൾ മരിക്കുന്ന നിമിഷം ആ വിജയം ഇല്ലാതാകും. നിങ്ങളൊരു യാചകനെ പോലെ തിരിച്ചു പോകും. പക്ഷേ ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ വിജയം മരണശേഷവും ഉണ്ടാകും. എന്താ അവിടെ ഡയോജനീസ് ഉദ്ദേശിച്ചത്? എല്ലാ ആഗ്രഹങ്ങളും തീർന്നു കഴിയുമ്പോൾ പരബ്രഹ്മ ദർശനം ഉണ്ടായി കഴിഞ്ഞാൽ സ്വയം ജീവൻ എടുക്കുമ്പോഴേ നമുക്ക് പോകുന്നുള്ളൂ. ആ സമയത്ത് സൂക്ഷ്മ ശരീരത്തോടു കൂടി നിന്ന് നമ്മുടെ ശരീരത്തെയും കണ്ട് നേരെ ഇഷ്ടമുള്ള ലോകങ്ങളിലൊക്കെ പോകാം. ആ സൂക്ഷ്മ ശരീരവും ഉപേക്ഷിച്ചാൽ അവിടെ ചെന്ന് നമുക്ക് ലയിച്ചു ചേരാം. അപ്പൊ അത് നേരത്തെ അറിഞ്ഞവൻ എപ്പോഴും ശാന്തനാണ്. അതാണ് എൻ്റെ രഹസ്യം. അപ്പോൾ ചോദിച്ചു, അല്ലയോ ഡയോജനീസ്, നിങ്ങളൊരു അപാര മനുഷ്യനാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ആ സൂര്യപ്രകാശം കിട്ടുന്നില്ല. ഇച്ചിരി ഒന്ന് മാറി നിൽക്കാവോ? ഇതാണ് എനിക്ക് വേണ്ടി ചെയ്യുന്നത്. അത്ഭുതപ്പെട്ടു പോയി. ആരാണ്? മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി. അദ്ദേഹം ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു വരികയാണ്. ഇങ്ങനൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. അലക്സാണ്ടറിന് മനസ്സിലായി, ഞാൻ ലോകങ്ങൾ കീഴടക്കിയപ്പോൾ ഡയോജനിസ് അവനെ തന്നെ കീഴടക്കി എന്ന് പറഞ്ഞാൽ സകല ആഗ്രഹങ്ങളും ഇല്ലാതെയായി മാറി, പരമമായ ശാന്തി നേടി. അപ്പോൾ അവൻ ലോകം കീഴടക്കി. എന്തുകൊണ്ട്? സ്വയം കീഴടക്കിയ ഡയോജനസിന്റെ മുന്നിൽ ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി വന്ന് ഭവ്യതയോടെ നിൽക്കുകയാണ്. അതാണ് സ്വയം കീഴടക്കിയവന്റെ മുന്നിൽ മറ്റുള്ളവർ താനേ എന്ത് ചെയ്യും? കീഴടങ്ങിപ്പോകും. ഇനി രണ്ടാമത്തെ കഥയിലേക്ക് വരാം. അലക്സാണ്ടർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുന്ന അവസരത്തിലാണ് അദ്ദേഹം ഓർക്കുന്നത്, അയ്യോ, എൻ്റെ ഗുരുവായ അരിസ്റ്റോട്ടിൽ എന്നോട് പറഞ്ഞിരുന്നു, അലക്സാണ്ടറെ, നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് ഒരു സന്യാസിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. സന്യാസി എന്നത് ഒരത്ഭുത വസ്തുവാണ്. അത് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം ലൗകികം മുഴുവനും ഉപേക്ഷിക്കുക, ആഗ്രഹം മുഴുവനും ഉപേക്ഷിക്കുക, അത് പാശ്ചാത്യർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. അതുകൊണ്ട് അലക്സാണ്ടറെ, എനിക്കൊരു സന്യാസിയെ വേണം. അദ്ദേഹം അവിടെ ഉള്ളവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഒരു സന്യാസിയെ കിട്ടുക വളരെ പ്രയാസമാണ്. പക്ഷെ അങ്ങ് ചെല്ലൂ, ആ നദിയുടെ കരയിൽ ഒരു സന്യാസി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ദാന്തമിഷ് എന്നാണ്. അങ്ങനെയാണ് അലക്സാണ്ടർ ചക്രവർത്തി തന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഗ്രീക്ക് ഭാഷയിൽ ഉച്ചരിക്കുമ്പോൾ വരുന്ന വ്യത്യാസമാണോ എന്നറിയില്ല. അലക്സാണ്ടർ ചക്രവർത്തി പറയുന്നത് ആ സന്യാസിയുടെ പേര് ദാന്തമിഷ് എന്നാണ്. അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി ആ സന്യാസിയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ ഡയോജനിസിനെ പോലെ അദ്ദേഹവും ഇങ്ങനെ നഗ്നനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ട് കിടക്കുകയാണ്. അദ്ദേഹം ഡയോജനിസിനെ ഓർത്തു, അതേ, ഞാൻ ഡയോജനിസിന്റെ മുന്നിൽ ചെന്നപ്പോൾ ഉണ്ടായ അതേ സുഗന്ധം, അതേ തേജസ്, അതേ ബോധോദയം കിട്ടുന്ന എല്ലാ ബുദ്ധന്മാർക്കും പൊതുവായ ഒരു ഗുണങ്ങൾ ഉണ്ടാകും.
നിങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളെ കീഴടക്കുന്ന നിമിഷം നിങ്ങളുടെ ചുറ്റും ഒരു സുഗന്ധമുണ്ടാകും, ഒരു പ്രഭാവലയമുണ്ടാകും. അലക്സാണ്ടർ ചക്രവർത്തി വന്നിട്ട് പറഞ്ഞു, അല്ലയോ സന്യാസി വരിയ, ഞാൻ അങ്ങയെ ക്ഷണിക്കാനാണ് വന്നത്. എൻ്റെ കൂടെ അങ്ങ് ഗ്രീക്കിലേക്ക് വരണം. അങ്ങയ്ക്ക് അവിടുത്തെ കൊട്ടാരത്തിൽ സർവ്വസുഖ സൗകര്യത്തോടും കൂടി ജീവിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല, എൻ്റെ വരക്കവും പോക്കും നിന്നു കഴിഞ്ഞു. അലക്സാണ്ടർ പറഞ്ഞു, വരക്കവും പോക്കുമോ? അതെ, ഗർഭപാത്രത്തിലേക്ക് നമ്മൾ വന്ന് വീഴും, അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചും പോകും. ആ വരവും പോക്കും ഞാൻ കീഴടക്കി. കാരണം ഞാൻ ആരാണെന്ന് മനസ്സിലായി. ഞാൻ എന്നത് ആ കത്തിജ്വലിക്കുന്ന ജ്യോതിസ്. എൻ്റെ നാരായണീയം വീഡിയോ കാണുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ ആരാണ്? ആ കത്തിജ്വലിക്കുന്ന ജ്യോതിസാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ അലക്സാണ്ടർ ചക്രവർത്തിയാണ്, അല്പം അപകടകാരിയാണ്. ഞാൻ അങ്ങയോട് ആജ്ഞാപിക്കുകയാണ്, എൻ്റെ കൂടെ നിങ്ങൾ വന്നേ പറ്റൂ. അപ്പോൾ ദാന്തമിഷി ചിരിച്ചു. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ഞെട്ടിപ്പോയി. ഡയോജനസിനെ പോലെ നിഷ്കളങ്കമായ ചിരി. ഡയോജനസിനെ അദ്ദേഹം പിന്നെയും ഓർത്തു. അപ്പോൾ പറഞ്ഞു, എന്നോട് ആജ്ഞാപിക്കാൻ മരണത്തിന് പോലും കഴിയില്ല, പിന്നല്ലേ നിങ്ങളെന്ന ഒരു ചക്രവർത്തിക്ക് കഴിയുന്നത്. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ ഉറയിൽ നിന്ന് വാളെടുത്തിട്ട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ എൻ്റെ കൂടെ വരിക, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ തലയെടുക്കും. ആ സന്യാസി ചിരിച്ചു കുഴഞ്ഞു മറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തൊരു വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്, എന്തൊരു വിഡ്ഢിത്തം. എൻ്റെ ശരീരം കൊണ്ടുള്ള ആവശ്യം എന്നേ പോയി. ചക്രവർത്തി, നിങ്ങൾ ഈ വാള് വെച്ച് എൻ്റെ തലയെടുക്കൂ, അത് നിങ്ങൾ കാണുന്നത് പോലെ ഞാനും കാണും. എൻ്റെ മൃത്യുവിന് നിങ്ങൾ സാക്ഷിയാകുന്നത് പോലെ ഞാനും എൻ്റെ മൃത്യുവിന് സാക്ഷിയാകും. അലക്സാണ്ടർക്ക് ആകപ്പാട് അമ്പരപ്പായി. അലക്സാണ്ടർ പറഞ്ഞു, നിങ്ങളുടെ മൃത്യുവിന് നിങ്ങൾ സാക്ഷിയാകുമെന്നോ? അതേ അലക്സാണ്ടർ ചക്രവർത്തി, നിങ്ങൾ എൻ്റെ മരണം കാണുന്നത് പോലെ ഞാനും എൻ്റെ മരണം ഇങ്ങനെ കാണും. എൻ്റെ ഈ ദേഹമാണ് പോകുന്നത്, ഇതുകൊണ്ട് ഇനി വലിയ ഇതൊന്നുമില്ല, പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ തല അങ്ങ് എടുത്തേക്കൂ. അലക്സാണ്ടർ ചക്രവർത്തി വീണ്ടും ഡയോജനസിനെ ഓർത്തു. ഇന്ത്യ ഒരു അത്ഭുത രാജ്യമാണെന്ന് മനസ്സിലായി. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് കൊല്ലാൻ പറ്റുന്നത്? ഭീരുവിനെ കൊല്ലാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നേരെ നിന്ന് പൊരുതുന്നവനെ കൊല്ലാൻ പറ്റും. ഇന്ന് കൊല്ലുവേ എന്നും പറഞ്ഞ ഒരാൾ നിന്നാൽ അയാളെ എങ്ങനെ കൊല്ലാൻ പറ്റും? അലക്സാണ്ടർ ചക്രവർത്തി മനസ്സുകൊണ്ട് ദാന്തമിഷിനെ നമിച്ചുകൊണ്ട് നടന്നു. അലക്സാണ്ടർ ചിന്തിക്കുകയായിരുന്നു, ലോകം കീഴടക്കിയ ഞാൻ ഇവരുടെ മുന്നിൽ എന്താണ്? അവര് സ്വയം കീഴടക്കിയതാണ്. അവന്റെ മുന്നിൽ ലോകം കീഴടക്കിയവൻ നമിക്കേണ്ടി വരുമെന്ന സത്യമറിഞ്ഞു. ഇനി മൂന്നാമത്തെ അലക്സാണ്ടറുടെ കഥ, ധ്യാനാത്മകമായ കഥകളാണിത്. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കാൻ കിടക്കുകയാണ്. ഇനി ജീവിതമൊന്നുമില്ല. അപ്പോൾ അലക്സാണ്ടർ തൻ്റെ മന്ത്രിമാരെ വിളിച്ചിട്ട് പറഞ്ഞു, അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ കൈ ശവപ്പെട്ടിക്ക് പുറത്തേക്ക് തുറന്നു വെക്കണം. അപ്പോൾ മന്ത്രിമാർ പറഞ്ഞു, ഇത് തികച്ചും വിചിത്രമായിരിക്കുന്നല്ലോ, ഇങ്ങനെ ഒരു ആചാരം ഞങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ലല്ലോ. അലക്സാണ്ടർ പറഞ്ഞു, ലോകം കാണട്ടെ. ഈ ലോകം മുഴുവനും കീഴടക്കിയവനാണ് അലക്സാണ്ടർ ചക്രവർത്തി, അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായ അലക്സാണ്ടർ ചക്രവർത്തി. അങ്ങനെ ലോകം കീഴടക്കിയ ഞാൻ പോലും വെറും കൈയോടാണ് തിരിച്ചു പോകുന്നത്. അത് കണ്ടെങ്കിലും ജനങ്ങൾ പഠിക്കട്ടെ. പോകുമ്പോൾ നമ്മൾ യാചകനായി പോകുന്നു. ഈ ലോകം കീഴടക്കാൻ ശ്രമിക്കുന്നത് വൃഥാവിലാണ്. ആ മരണക്കിടക്കയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഡയോജനസിന്റെ തേജോമയമായ രൂപം വന്നു, ദാന്തമിഷിന്റെ തേജോമയമായ രൂപം വന്നു. അലക്സാണ്ടർ സ്വയം പറഞ്ഞു, ഡയോജനിസേ, നിങ്ങൾ ധനികനായി ഭൂമിയിൽ നിന്ന് പോകുന്നു. ദാന്തമിഷേ, നിങ്ങളും ധനികനായി ഭൂമിയിൽ നിന്ന് പോകുന്നു. പക്ഷേ ഈ അലക്സാണ്ടർ ചക്രവർത്തി ദരിദ്രനായി പോകുന്നു. കാരണം
ലോകം കീഴടക്കാനുള്ള എൻ്റെ ഓട്ടത്തിനിടയിൽ ഞാൻ എന്നെ കീഴടക്കാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റുന്ന ഒന്നും കൈവശം വെക്കരുത്, അതിനോടൊട്ടരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ആ പരബ്രഹ്മ ജ്യോതിസ് ദർശനം ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കീഴടക്കാൻ പറ്റും. നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുന്നത് നോക്കൂ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ധനം എടുത്തു മാറ്റാൻ പറ്റും, മരിക്കുമ്പോൾ അത് പോകും. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കളെ എടുത്തു മാറ്റാൻ പറ്റും. ദൈവം വിചാരിച്ചാൽ മരണത്തിന്റെ രൂപത്തിൽ തന്നെ അവരെ കൊണ്ടുപോകാനായിട്ട് പറ്റും. നിങ്ങളിൽ നിന്ന് അധികാരം എടുത്തു മാറ്റാൻ പറ്റും. നിങ്ങളിൽ നിന്ന് എന്തൊക്കെ എടുത്തു മാറ്റാൻ പറ്റും, അതിനോടൊന്നും ഒട്ടാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്ന ജ്യോതിസിനെ കാണും. ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ വരാം എന്ന് പറയുമ്പോൾ മൂഢനായ മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് ഈ കയ്യും കാലും വെച്ചുള്ള ദേഹം, അത് വെറും ബൊമ്മയാണ്. അതിനകത്തൊരാളുണ്ട്. തുണിക്കടയിൽ അങ്ങനെ ചില മനുഷ്യർ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, ക്രിസ്മസ് പപ്പയായിട്ട് ഒരു രൂപമൊക്കെ ഇട്ട്, അതിനകത്തൊരാളുണ്ട്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ഒരു ജ്യോതിസുണ്ട്. ആ ജ്യോതിസിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും കഴിയില്ല. ഇപ്പോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയെ എടുത്തു മാറ്റാൻ പറ്റും, മക്കളെ എടുത്തു മാറ്റാൻ പറ്റും, നിങ്ങളുടെ ധനങ്ങൾ എടുത്തു മാറ്റാൻ പറ്റും, നിങ്ങളുടെ അധികാരമാണെങ്കിൽ അതിനെ എടുത്തു മാറ്റാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ അധികാര കസേരയിൽ നിന്ന് പോകും ഒരു ദിവസം, അല്ലാതെ അവർക്ക് അവിടെ അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നിങ്ങളിൽ നിന്ന് എല്ലാം എടുത്തു മാറ്റാൻ പറ്റും. പക്ഷേ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ശരീരമല്ല, ജ്യോതിസാണെന്ന അറിവ് വന്നാൽ പോരാ, ആ ജ്യോതിസ് കണ്ണുകൊണ്ട് കാണാൻ പറ്റണം. കൃഷ്ണൻ പറയുന്നു, നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഗതി പാവകഃ ന ചൈനം ശേഷയന്ത്യാവോ ന ശോഷയതി മാരുതഃ. നിന്നെ, അതായത് ഡയോജനിസ് പറഞ്ഞത് അതാണ്, നിന്റെ ഉള്ളിലുള്ള തേജസ്സിനെ, അതിനെ വാളുകൊണ്ട് വെട്ടാൻ പറ്റില്ല. അത് വാളുകൾക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല, ബുള്ളറ്റിന് കടന്നു ചെല്ലാനായി പറ്റില്ല, അസ്ത്രങ്ങൾക്ക് അതിൻ്റെ അടുത്തെത്താൻ പറ്റില്ല. നൈനം ദഹതി പാവകഃ, അഗ്നിക്ക് അതിനെ ദഹിപ്പിക്കാൻ പറ്റില്ല. നോക്കിക്കൊള്ളുക. ആരാണോ ഒട്ടലിൽ നിന്ന് മുക്തനാകുന്നത്, ആരാണോ ആഗ്രഹങ്ങളെല്ലാം ഒടുങ്ങി ശാന്തി അനുഭവിച്ച് ജ്യോതിസ് ദർശനം ഉണ്ടാകുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം ചിതാഗ്നിയിൽ നിങ്ങളുടെ ശരീരം കത്തും, പക്ഷേ നിങ്ങൾ കത്തില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഡയോജനസിന്റെ ശരീരം, ദാന്തമിഷിന്റെ ശരീരം, അത് ചിതാഗ്നിയിൽ കത്തും, പക്ഷേ നിങ്ങൾ കത്തില്ല. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന തേജസ് ഉണ്ടല്ലോ, അത് കത്തില്ല. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൗകികമായ ആഗ്രഹങ്ങളില് അതിനെ നേടിയെടുക്കാൻ, ലൗകികമായ അധികാരങ്ങള്, അന്തസ്സുകള്, പദവികള്, ഇതൊക്കെ നേടിയെടുക്കാൻ യുദ്ധം ചെയ്യാതെ സ്വയം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന സാധനങ്ങളോട് ഒട്ടാതിരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യൂ. നിങ്ങളിൽ നിന്ന് എന്തൊക്കെ എടുത്തു മാറ്റാം, അതൊന്നും നിങ്ങളുടേതല്ല എന്ന തിരിച്ചറിവ് വരണം. അപ്പോൾ ഒന്നിനോടും മമത പാടില്ല. പിന്നെയോ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ജ്യോതിസാണ് നിങ്ങൾ. അതേ ആലോചിക്കുക, എൻ്റെ ഈ ശരീരം ചിതാഗ്നിയിൽ കത്തും, പക്ഷേ ഞാൻ കത്തില്ല. എൻ്റെ ഈ ശരീരം വാളുകൊണ്ട് ഇങ്ങനെ അറുത്തു മാറ്റാം, പക്ഷേ എന്നെ അറുക്കാൻ പറ്റില്ല. എന്നെ ചിതാഗ്നിയിൽ ദഹിക്കാൻ പറ്റില്ല. എപ്പോൾ ഞാൻ എന്നെ തന്നെ കീഴടക്കിയാൽ. അപ്പൊ പുറം ലോകം കീഴടക്കാതെ സ്വയം നമ്മളിലുള്ള ഒട്ടല് ഇല്ലാതാക്കൂ എന്ന് ബുദ്ധൻ പറയുന്നു. നിങ്ങൾക്കതിന് ഈ ജന്മം തന്നെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ നിശ്ചയമായും ധർമ്മപദം കേൾക്കുന്നവർക്ക് വരും ജന്മം പറ്റും. ദയവ് ചെയ്ത് പ്ലീസ്, മക്കള്, ഭാര്യ, ഭർത്താവ്, പണം, ഇതിനോടൊന്നും ഒട്ടാതെ എടുത്ത് കള. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ.
രാധേ 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 ഓ 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 രാധേ രാധേ. ഈ വരുന്ന ചൊവ്വാഴ്ചത്തെ രാധയുടെ പ്രണയം കാണണേ നിങ്ങള്. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ